Hi all, welcome back to Sheena's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തംബ്നെയിലിൽ കണ്ടേക്കുന്നത് പോലെ തന്നെ ഒരു വെഡിങ് കേക്കിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതൊരു 2 ടയർ വെഡിങ് കേക്ക് ആണ്. അപ്പോൾ ഇതിന്റെ ഡെക്കറേഷൻ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇത് എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കേക്കിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 kg ആണ്. വാനില ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാനില കേക്കിന്റെ ഒരു റെസിപ്പി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതിയാവും. അപ്പോൾ ഞാൻ 2 kgയുടെ ബാറ്റർ പ്രിപ്പയർ ചെയ്ത്, അതായത് 8 എഗ്ഗിന്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് 7.5 ഇഞ്ച് ടിന്ന് 2 ടിന്നിലായിട്ട് ബാറ്റർ ഈക്വൽ ആയിട്ട് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ 5 ഇഞ്ചിന്റെ 2 ടിന്നിലും ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ 5 ഇഞ്ച് ടിന്നിൽ, അതായത് മേളിൽ വരുന്ന കേക്ക് കുറച്ചൊന്ന് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് താഴത്തെ കേക്ക് വന്നിട്ട് ഞാൻ 4 ലെയർ ആയിട്ട്, മേളത്തെ കേക്ക് 5 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഓൾറെഡി തന്നെ ഞാൻ ക്രം കോട്ട് ചെയ്തു, അതായത് ലെയർ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും പുറത്തെടുത്തിട്ട് നല്ലതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ക്രീം കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊരു ഏകദേശം, അതായത് ഞാൻ തലേ ദിവസമാണ് നൈറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാവിലെയാണ് ബാക്കി വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേന് ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് 2 ലെയറും സ്റ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെയറിൽ തന്നെ ഒരു 4-5 സ്ട്രോ വെച്ച് ഒന്ന് ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മേളിലത്തെ ആ ഒരു കേക്കും അതിൻ്റെ മേളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിൽ നിന്ന് ഒരു വലിയൊരു സ്ട്രോ 2 കേക്കും ജോയിൻ ആകുന്ന രീതിയിൽ താഴേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും മേളിൽ നിന്ന് ഞാനൊരു 2-3 സ്ട്രോയും കൂടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടിയിട്ടൊന്ന് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3 സ്ട്രോ വെച്ച് ഒന്നുകൂടെ ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു സ്ട്രോ വെച്ച ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഇട്ടിട്ട് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ആ ഒരു പോർഷൻ. അപ്പോൾ നമ്മുടെ കേക്ക് സ്റ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ ഫൈനൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ആണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ട് താഴത്തെ ലെയർ കേക്ക് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. അതായത് വൈറ്റ് പോർഷൻ ഒരുപാട് കാണാത്ത രീതിയിൽ ഈ ഒരു ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ആ മേളത്തെ പോർഷനിൽ വീഴുന്ന ആ ഒരു ചോക്ലേറ്റ് ചിപ്സൊക്കെ പതിയെന്നൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് താഴേക്ക് ആക്കി കൊടുക്കുക. അപ്പം ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ എറിഞ്ഞിട്ടാണ് അതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് വേണമെങ്കിലും നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കില്ലേ കേക്കിലേക്ക്, അതുപോലെ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് ഒക്കെ കൊടുക്കുന്ന അതേ രീതിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇതേ കവർ ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് പോർഷനൊക്കെ കാണുന്ന ഭാഗത്തൊക്കെ കുറച്ചും കൂടിയിട്ടൊന്നിട്ട് ഇതേ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു താഴത്തെ പോർഷൻ മാത്രമായിട്ട് ഒന്ന് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഗോൾഡ് കളറാണ് എയർ ബ്രഷ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ വാനില എസൻസുമായിട്ട് മിക്സ് ചെയ്ത് എയർ ബ്രഷ് ചെയ്യാനുള്ള പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. വാനില എസൻസ് ആണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവാപ്രെക്സ് യൂസ് ചെയ്യുന്നവർക്ക് അത് വെച്ചിട്ടും വേണമെങ്കിൽ ഗോൾഡൻ ഡസ്റ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പതിയെ ഇതൊന്ന് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബ്രഷ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. നമ്മുടെ ആ ഒരു ഗോൾഡൻ കളറിൻ്റെ പൗഡർ ഡസ്റ്റ് ഉണ്ടല്ലോ ഒരു ബോട്ടിലിൽ വരുന്നത്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കേക്കിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ആ ഒരു മെത്തേഡും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു വൈറ്റ് പോർഷനിലും കൂടിയിട്ട് ഗോൾഡ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഒട്ടും കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കേക്കിൻ്റെ ബേസ്, അത് ആ ബോർഡ് ഒന്ന് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ഗോൾഡ് ഡസ്റ്റ് ചെയ്തിട്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണിക്കുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ഫ്ലവേഴ്സ് ആണ്. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവർ നേരത്തെ തന്നെ കഴുകി നല്ലപോലെ വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയാണ് ഇതിൽ കാണിക്കുന്നത്. 2 ഫ്ലവർ ഒരേ ലെവലിന് വെച്ചിട്ടുണ്ട്. താഴെയും അതുപോലെ തന്നെ 2 ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിൽ ഒരു ഫ്ലവർ കൂടെ കൊടുത്തിട്ട് ഒരു 5 ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഏതൊരു കളറും ഈ ഒരു ഡെക്കറേഷനുമായിട്ട് മാച്ച് ചെയ്ത് പോവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഭംഗി കൂടെ കൂട്ടാനായിട്ട് ലീവ്സ് എടുത്തിട്ടുണ്ട്. റോസിൻ്റെ ലീവ്സ് തന്നെയാണ്. അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള ഫ്ലവറിൻ്റെ കൂടെയുള്ള ലീവ്സ് അത്ര ഭംഗിയില്ലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് റോസിൻ്റെ ലീഫ് 2-3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ വാഷ് ചെയ്തെടുത്ത് ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ആ ഒരു ഗോൾഡൻ കളറൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രീനും ഗോൾഡും കാണുന്ന തരത്തിൽ, അതായത് ഗ്രീനും കൂടെ കാണുന്ന തരത്തിലാണ് ഗോൾഡ് ഞാൻ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് 2-3 ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായില്ലേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കാണാം ഡെക്കറേഷൻ ചെയ്തതിൻ്റെ ഇടയ്ക്ക് അവിടെ ആയിട്ട് ചെറിയൊരു വൈറ്റ് കളറൊക്കെ കാണുന്നുണ്ട്. കൈയൊക്കെ തട്ടിയിട്ടാവാം. അപ്പം ഞാൻ പതിയെ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് യൂസ് ചെയ്തിട്ടൊന്ന് ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ ബ്രഷ് ഇല്ലാത്തവർക്കും ഈ ഒരു ഡെക്കറേഷൻ ഒരു പൗഡർ ഡസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പൗഡർ ഡസ്റ്റ്. അപ്പം നിങ്ങൾക്ക് എയർ ബ്രഷ് ഇല്ലാത്തവർക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് ഫുള്ളായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇടയ്ക്ക് ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫൈനലായിട്ട് ഒരു വെഡ്ഡിങ് ടോപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പറൊക്കെ കൊടുത്ത് നമ്മുടെ കേക്ക് ഫൈനൽ ലുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഫോണ്ടന്റിൽ താഴെ നെയിമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.